الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗാവകാശിയും നരകാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവൻ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെക്കുറിച്ച്, റഹ്മത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്നല്ലാഹ മിഅത്തു റഹ്മ, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത് ഒരു കാരുണ്യം മാത്രമാണ്, ഒരു റഹ്മത്ത് മാത്രമാണ്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം, ഈ കാരുണ്യമാണ് മനുഷ്യർക്കിടയിലുള്ളത്, ജിന്നുകൾക്കിടയിലുള്ളത്, മറ്റു ജീവജാലങ്ങൾക്കിടയിലുള്ളത്. ഒരു ഉമ്മ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യം,
അതുപോലെ മൃഗങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, ഇതെല്ലാം ആ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹു 99 കാരുണ്യവും പിന്തിച്ചിരിക്കുകയാണ്, പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മള് അത്ഭുതം കൂറുന്ന വാത്സല്യങ്ങളും കാരുണ്യവുമെല്ലാം പടച്ച റബ്ബിന്റെ 100% കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കാരുണ്യമാണ് പടച്ച റബ്ബ് നാളെ പരലോകത്ത് അവൻ അനുസരിക്കുകയും വിധേയപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സദ്ദിദു വഖാരിബു വഅബ്ശിറു വഇന്നഹു ലാ യുദ്ഖലു അഹദുൻ അൽ ജന്ന. നിങ്ങൾ സദ്ദിദു എന്ന നേരെയാവുക, നിങ്ങൾ ആദർശം വിശ്വാസമൊക്കെ ക്ലിയറാക്കി ശരിയായ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നതിനാണ് സദ്ദിദു എന്ന് പറയുന്നത്. വഖാരിബു, കഴിയാവുന്ന അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യാം. എല്ലാ ഹൈറും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല, ഇവിടെ സാധ്യമാവുന്ന അത്ര ചെയ്യാം. വഅബ്ശിറു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അമലുഹു, അവന്റെ അമല് കാരണമായി, കർമ്മങ്ങൾ കാരണമായി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെയാണോ നബിയെ? വല അന, ഞാനും പ്രവേശിക്കുകയില്ല, ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞാലല്ലാതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയെ നിങ്ങളും സ്വർഗത്തിലെത്തുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പ്രത്യേകമായി കാരുണ്യം ചെയ്താൽ അല്ല. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും നമുക്ക് പ്രിയങ്കരമായതായി തീരുമ്പോഴാണ്, ആ കാരുണ്യത്തിൽ നമ്മൾ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ നാളെ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് പടച്ചവന്റെ കാരുണ്യം കിട്ടുക? അള്ളാന്റെ കാരുണ്യം നമുക്ക് വേണം. സൃഷ്ടിശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗപ്രവേശനം പോലും അള്ളാഹുവിന്റെ കാരുണ്യം മുഖേനയാണ് സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കാരുണ്യം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ഒന്നാമത് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ഈമാൻ ഉണ്ടാവണം, തഖ്വയും ഉണ്ടാവണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചെന്ന് മാറി നിൽക്കുക, അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന്റെ ആയത്തുകളെ വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കരുണ ചെയ്യും, അവർക്ക് കരുണ. വറഹ്മതി വസ്അത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാത്തിലും വിശാലമാണ്. എല്ലാത്തിലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കാരുണ്യം ഉണ്ട്. അത് വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും, ഭൂമിയിൽ എല്ലാ സംവിധാനങ്ങളിലും പ്രപഞ്ചത്തിൽ എല്ലാ അണുവിലും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. പക്ഷെ അള്ളാഹു പ്രത്യേകം കാരുണ്യം ചെയ്യുന്ന ആളുകളിൽ ഒന്നാമത്തെ ആൾ തഖ്വയും വിശ്വാസവുമുള്ള ആളാണ്. രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. ഇതാഅത്തുല്ലാഹി വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ്. അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുക. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി.
2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോകുന്നു. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം ലൻ തളില്ലു, നിങ്ങൾ ഒരാൾക്കും വഴിതെറ്റാനോ നിങ്ങൾ സ്വയം വഴിതെറ്റുകയോ ഇല്ല, വഴിതെറ്റിക്കാനോ വഴിതെറ്റുകയോ ഇല്ല. ആ 2 കാര്യം ഏതാണ്? ഖുർആൻ വസുന്ന. അപ്പൊ അള്ളാഹിനെയും റസൂലിനെ ഇതാഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിനെയും സുന്നത്തിനെയും ഒരാൾ എന്ത് ചെയ്യുക? പിൻപറ്റുക എന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിനെയും പിൻപറ്റുക. അപ്പൊ അത്തിയുല്ലാഹ വറസൂല. രണ്ടാമത് അല്ലാഹ് പറയുന്ന അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണോ? പടച്ച തമ്പുരാൻ നമ്മളെപ്പോഴും നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടാവണം. ഒരു ഉമ്മ ഒരു കുട്ടി ഒരു തീക്കൊള്ളി വലിക്കുമ്പോ ഓടി വന്ന് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ആ തീക്കൊള്ളി മാറ്റി നിർത്തുന്ന ഒരു കാരുണ്യം, അതിനേക്കാൾ വലിയ കാരുണ്യമാണ് പടച്ചവന് സൃഷ്ടികളോടുള്ളത്. ആ കാരുണ്യം പോലും പടച്ച റബ്ബിന്റെ 100 കാരുണ്യം വിഭജിച്ചതിൽ പെട്ട ഒരു കാരുണ്യത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി 99 കാരുണ്യം എന്ന് പറയുന്നത് പടച്ചവൻ വിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അപ്പൊ സങ്കല്പാതീതമാണ്. ആ കാരുണ്യം നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിക്കണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ വിശ്വസിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്യുക. രണ്ടാമത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിരുപാധികം അനുസരിക്കും. നിരുപാധികം അല്ലൊരു കാര്യം പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യരുത്? അതാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ. അള്ളാഹുവിന്റെ ഒരു ഹുക്മ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ മനസ്സിലൊരു വിഷമമില്ലാതെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കെതിരെ ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യാ? അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുടുംബ പ്രശ്നം ഉണ്ടായി, അനന്തരാവകാശ ഓരി വെക്കുന്ന കാര്യത്തിൽ പ്രശ്നം ഉണ്ടായി. അപ്പൊ ഒരു മധ്യസ്ഥനായ ഒരാൾ വന്നിട്ട് പറയാ, പടച്ചവൻ ഇങ്ങനെയാണ് നിങ്ങളെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇത്ര ഓഹരിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യണ്ടേ. അങ്ങനെ പടച്ചവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പിന്നെ ആ വിധിയിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവാൻ പാടില്ല, അതിന് അംഗീകരിക്കാതിരിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, അതിൽ മനസ്സിലൊരു വിഷമം പോലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇത്താഴത്ത്, നിരുപാധികമുള്ള അനുസരണം. ആ ഇത്താഴത്ത് ഒരാൾക്കുണ്ടായാൽ നമ്മളെന്ത്? ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിനും വാത്സല്യത്തിനും അയാൾ അർഹനാണ്. ലഅല്ലക്കും തുർഹമൂൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിജറയും ജിഹാദുമാണ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. ഹിജറയും ജിഹാദും സ്വന്തം ആദർശമനുസരിച്ച് ഒരാൾക്ക് തന്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വന്നാൽ വേറെ ഒരു നാട്ടിലേക്ക് അയാൾ ഈ ആദർശ സംരക്ഷണത്തിനു വേണ്ടി പലായനം ചെയ്യുന്നതിനാണ് നമ്മൾ ഹിജറ എന്ന് പറയും. അതിന്റെ രണ്ടാമത്തെ ഹിജറ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നാൽ മാറി നിൽക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് രണ്ടാമത്തെ ഹിജറ എന്ന് പറഞ്ഞാൽ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അയാൾ കാണിക്കുന്ന നിശ്ചയദാർഢ്യവും ഹിജറയുടെ ഭാഗമാണ്. മറ്റൊന്ന് ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗവും പരിശ്രമം. ഈ ആദർശ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിന് തയ്യാറാവാനുള്ള മനസ്സ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു യർജൂന റഹ്മത്തല്ലാഹ്, അവർക്ക് അള്ളാന്റെ റഹ്മത്ത് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അപ്പൊ മൂന്നാമത്തെ വിഭാഗം ഹിജറയും ജിഹാദും ചെയ്ത ആളുകളാണ്. അതുപോലെ നാലാമത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു. ഈ ഗ്രന്ഥം അനുഗ്രഹീത ഗ്രന്ഥമാണ്. അൻസൽനാഹു മുബാറകുൻ, ഇതിനെ പിൻപറ്റിയാൽ ലഅല്ലക്കും തുർഹമൂൻ. നാലാമത്തെ വിഭാഗം ഖുർആനിനെ ഇത്തിബാഅ് ചെയ്യാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. പക്ഷെ നമ്മൾ ഖുർആൻ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് അത് പരിഹരിക്കണം. സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരാൾ ഭയങ്കര ടെൻഷനായിട്ട് വന്നിട്ട് പള്ളിയിൽ കയറി ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ടെൻഷനുള്ള പരിഹാരം പറയുന്ന ആയത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓതി അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അറിയില്ല, മരുന്നറിയില്ല. ഒരാൾ സാമ്പത്തിക പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന അയാൾക്ക് പരിഹാരം ഖുർആനിലുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണോ അയാൾ അനുഭവിക്കുന്നതിന്റെ സൊല്യൂഷൻ ഖുർആനിലുണ്ട്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക ഇത്തിബാഉൽ ഖുർആൻ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ഖുർആനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഖുർആൻ പഠിക്കുക. ഖുർആൻ ഇറങ്ങിയ മാസമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയ മാസത്ത് ഖുർആൻ ഓതല് മാത്രമല്ല, ഖുർആൻ ഇത്തിബാഅ് ചെയ്യാനുള്ള ശീലം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഖുർആനിൽ എന്താണ് പറയുന്നത്? തഖ്വയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈമാൻ എന്താണ്? കർമ്മങ്ങൾ എന്താണ്?
ഏതൊക്കെ കാര്യങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മനസ്സിലാക്കി അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഉ, ഖുർആനെ നിങ്ങൾ പിൻപറ്റിയാൽ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യും. ഖുർആനെ പിൻപറ്റൽ, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അതിന് ഒഴിവ് കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായില്ല, പഠിക്കാൻ പറ്റിയില്ല എന്നൊന്നും അതിന് ഒഴിവ് കഴിവില്ല. അതൊക്കെയുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുക, അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നമ്മൾ പിൻപറ്റുക. പിൻപറ്റിയാൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാരുണ്യം നമുക്ക് നൽകും, വാത്സല്യം നൽകും. അഞ്ചാമത്തെ കാര്യം സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയണം, അഖീമുസ്സലാ വആതുസ് സക വഅതിഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. അഞ്ചാമത്തെ കാര്യം നമസ്കാരം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന കർമ്മമാണ്. ഒരാൾ വിശ്വസിച്ചാൽ ആദ്യം അയാൾക്ക് നിർബന്ധമുള്ള കർമ്മം ഏതാണ്? നമസ്കാരമാണ്. മരണപ്പെട്ടാൽ അള്ളാഹു ആദ്യം ചോദിക്കുന്ന കർമ്മം ഏതാണ്? നമസ്കാരമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹ് നേരിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയ ഗിഫ്റ്റാണേത്? നമസ്കാരം. അപ്പൊ അതിന് മറ്റു കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. പടച്ചവനോടൊരു സൃഷ്ടി ഭൂമിയിൽ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അയാൾക്ക് ഭൂമിയിൽ, ഖബറിൽ, പരലോകത്തൊക്കെ കിട്ടുന്ന വലിയ വലിയ ഭയാനകമായ ഭവിഷ്യത്തുകളെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അയാൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ അതും അള്ളാഹു സ്വീകരിക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് എന്ത് ചെയ്യും? തടയും. അദ്ദേഹത്തിന്റെ ആയുസ്സിലെ ബറക്കത്ത് അള്ളാഹു തടയും. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ബറക്കത്തും സമ്പത്തിലെ ബറക്കത്തും അള്ളാഹു തടയും. ഇത് അള്ളാന്റെ ഒരു ബറക്കത്തില്ലാതെ നിങ്ങൾ എത്ര വാരിക്കൂട്ടിയിട്ടും കാര്യമില്ല, എത്ര വലിയ ജിമ്മിൽ പോയിട്ട് ആരോഗ്യം സംരക്ഷിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു ശരീരത്തിൽ ബറക്കത്തുണ്ടാക്കണം, സമ്പത്തിൽ ബറക്കത്തുണ്ടാവണം. അതിന്റെ അടിസ്ഥാന ഉപാധി അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തലാണ്. നിസ്കരിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയില്ല, നിസ്കരിക്കുക എന്നുള്ള പറയുന്നില്ല. അഖീമുസ്സലാ, അതിന് സമയവും സന്ദർഭവും ഉണ്ട്. ആദ്യത്തെ ജമാഅത്താണ് ഇഖാമത്തുസ്സലാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നാട്ടില്, ഒരു പള്ളിയിൽ ഒരു സമൂഹം, മുസ്ലിം സമൂഹം നടത്തുന്ന ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത് ആദ്യം നടക്കുന്ന ഇഖാമത്തുസ്സലാത്ത്. പിന്നുള്ളതിനൊക്കെ അതിന്റെ ദറജകളും പദവികളൊക്കെ എന്തുണ്ട്? കുറവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഖാമത്തുസ്സലാത്ത് ചെയ്യുക, ലഅല്ലകും തുർഹമൂൻ. അതുപോലെ ആറാമതായി അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുനൻ അബീ ദാവീദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ അള്ളാഹു നിങ്ങളോടും കരുണ ചെയ്യും. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്നവരോട്, പരസ്പരം കാരുണ്യം പുലർത്തുന്ന ആളുകളോട് റഹ്മാൻ കാരുണ്യം പുലർത്തുന്നു. അള്ളാഹു എന്ന ആ ശക്തിയുടെ ദാത്തിന്റെ ഏറ്റവും വലിയ സിഫത്താണ് റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാന്റെ പേരുകളിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച പേരാണേത്? അള്ളാഹു എന്ന് കഴിഞ്ഞാൽ പിന്നുള്ളത് റഹ്മാൻ എന്നതാണ്. ആ റഹ്മാന്റെ സവിശേഷത, പരസ്പരം കരുണ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ കരുണ ലഭിക്കുക. റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബഅ സംഹൻ ഇദസ്തറ സംഹൻ ഇദഖ്തള. ഏത് കാര്യത്തിൽ ഒരു മനുഷ്യൻ ഏർപ്പാട് ചെയ്തിട്ട് ഒരു സാധനം വിറ്റാല് വാങ്ങുന്ന ആൾക്ക് ഒരു ആശ്വാസം കൊടുക്കുക, ഒരു വിട്ടുവീഴ്ച കൊടുക്കുക. 20 റുപ്യന്റെ സാധനം ഒരു 19 റുപ്യ തന്നാ മതി എന്ന് പറഞ്ഞാൽ അതിൽ അയാൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യും. വാങ്ങുന്ന ആള് ഈ സാധനം വാങ്ങൂല, ഈ വാങ്ങിയ ആൾക്കൊരു വില ഉണ്ട്, വിൽക്കുന്ന ആൾക്ക് ഇതൊരു വില കൊടുത്ത് വാങ്ങിയാൽ അതിനേക്കാൾ കുറവിന് വേണ്ടി വില വേശാതിരിക്കുക. അങ്ങനെ അയാൾ അതിൽ അല്ലാഹു എന്ത് ചെയ്യും? ബറക്കത്ത് കൊടുക്കും. അതേപോലെ കടം ഒരാൾ നൽകിയാൽ ആ കടം വീട്ടുന്നതിൽ അയാൾ ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കണം. വാങ്ങിയത് മുതൽ അത് വീട്ടാനുള്ള ശ്രമം ഉണ്ടാവണം, അവധിയൊന്നും നോക്കാൻ പാടില്ല. അങ്ങനെ വീട്ടാനുള്ള ശ്രമവും പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഏത് കടവും വീട്ടാൻ കഴിയും, ഏത് കടം വീട്ടും. അപ്പൊ ആ കട അതില് ഇങ്ങനെ ഏത് കാര്യത്തിലും ഈ മനുഷ്യന്റെ ഏതിടപാടിലും ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത്
മനുഷ്യരോട് കാരുണ്യം കാണിക്കുക. കാരുണ്യം കാണിക്കുന്നതിൽ ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം കാരുണ്യം കാണിക്കാൻ അവൻ ബാധ്യതപ്പെട്ടത് മാതാപിതാക്കളാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കാരണം മാതാവും പിതാവും എനിക്ക് കരുണ ചെയ്തതുപോലെ പടച്ച റബ്ബെ അവരോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലെല്ലാം ഉണ്ട്. അമ്മ കാരുണ്യം ചെയ്തതുപോലെ ഭൂമിയിൽ ആരും ഒരു മക്കളോട് കരുണ ചെയ്തിട്ടില്ല, ഇല്ല. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് അള്ളാഹോട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയാം എങ്ങനെയാണ് നമ്മളെ വളർത്താനും പോറ്റാനും. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ള ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുക്ക്, നിന്റെ ഉമ്മനോടാണ്. 3 തവണ പറഞ്ഞിട്ട് 4ാമതാണ് വാപ്പാനോട് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോറ്റി വളർത്താൻ വാപ്പ എടുക്കുന്ന റിസ്ക് മനുഷ്യന് വകതിരിവുണ്ടാകുന്ന കാലത്ത് മനസ്സിലാവും. വാപ്പ ഉദ്യോഗം കഴിഞ്ഞ് വരുന്നത്, കച്ചവടം കഴിഞ്ഞ് വരുന്നത്, ഗൾഫിൽ നിൽക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഞാൻ കാണുന്നുണ്ട്. വാപ്പ പോറ്റാൻ കഷ്ടപ്പെടണ്ടേ. പക്ഷെ ഉമ്മ നമ്മളെ പോറ്റാൻ കഷ്ടപ്പെട്ടത് എത്രയെന്ന് നമുക്കറിയില്ല, ഇല്ല. ഗർഭകാലം ഒന്നാമതാണ്, മുലയൂട്ടുന്ന കാലം, വകതിരിവില്ലാത്ത നിന്റെ കാലം. ഈ 3 കാലത്തോടും നിനക്കൊരാൾ പറഞ്ഞു തന്നാലല്ലാതെ ആ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് 3 എണ്ണം പറഞ്ഞു. അതുകൊണ്ട് 3. അപ്പൊ അവരോട് കരുണ കാണിക്കുക. മക്കളോട്, നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണതുണകൾ പരസ്പരം കരുണ കാണിക്കുക. അയൽവാസി, കുടുംബം, മുസ്ലിം സഹോദരന്മാർ, മുഴുവൻ മനുഷ്യര് മാത്രമല്ല, ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഇതിനോടൊക്കെ കരുണ കാണിക്കണം. ഒരു ഒട്ടകത്തെ അങ്ങനെ പിടിച്ചു വലിച്ചപ്പോ ഒട്ടകത്തിന് വേദനയുണ്ട്, കരുണ കാണിക്കൂ എന്ന് അനുയായിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, എല്ലാവരും. അതിൽ വകഭേദങ്ങളില്ല, അങ്ങനല്ല. മനുഷ്യർക്കൊപ്പം ആരെങ്കിലും പറഞ്ഞാൽ എല്ലാ മനുഷ്യരെ കൂടെയും നിൽക്കണം. പിന്നെ മുജാഹിദ് വേണ്ട, സുന്നി വേണ്ട, ജമാഅത്ത് വേണ്ട, തബ്ലീഗ് വേണ്ട, ഇങ്ങനെ വേർതിരിക്കാനൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിൽ എല്ലാവരോടും, മനുഷ്യൻ എന്ന നിലയിൽ ഇടപെടേണ്ടത് എല്ലാവരോടും ഒരേയാണ്. മുസ്ലിം ഉമ്മത്തിലെ സഹോദരന്മാർ സവിശേഷമായ കടപ്പാടുണ്ട്, ബാധ്യതകളുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ വന്നാൽ അവരെ സഹായിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടിൽ വന്നാൽ പീഡനങ്ങളോ മർദ്ദനങ്ങളോ ഏൽക്കണമെങ്കിൽ അവർക്ക് വേണ്ടി സഹായവും പ്രാർത്ഥനയും എല്ലാ വിശ്വാസികളുടെയും ബാധ്യതയാണ്. അതേപോലെ പച്ചക്കരളുള്ള എല്ലാത്തിലും നിനക്ക് സ്വതക്കയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു മരം നട്ടതിൽ ഫലമുണ്ടായി, ഒരു പക്ഷി അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, അല്ലാഹ് റഹ്മാനുമാണ് എന്ന് പറഞ്ഞാൽ അതിൽ വകഭേദങ്ങളില്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുക. അതിൽ സംഘടന, പക്ഷപാതിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകളോട് ഇങ്ങനെ കോളം കള്ളിയും തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് പറയുന്നത് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. ഉഖുവത്തിന്റെ പാഠമാണ്, സാഹോദര്യത്തിന്റെ പാഠമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എല്ലാവരും പല പല കള്ളികളും പല ആളുകളായത്. ഇസ്ലാമില് ഇമാമുമാർ തമ്മിൽ വീക്ഷണങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സഹാബികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിൽക്കെ ഉഖുവത്തിന്റെ ബോധം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കുക എന്നതാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്, സംഘടനകൾ ചെയ്യേണ്ടത്. പകരം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും ആഴമുള്ള പാഠങ്ങൾ സമൂഹത്തിലും സമുദായത്തിലും പ്രചരിപ്പിക്കുന്ന ആരായാലും ശരി, അവർ കാരുണ്യത്തിന്റെ പാഠങ്ങളെ നിഷേധിച്ചവരാണ്. കാരുണ്യത്തിന്റെ പാഠങ്ങളെ നിഷേധിച്ച അത് വലിയ എത്ര ലക്ഷം ചെലവാക്കി വലിയ യാത്ര നടത്തിയാലും ശരി, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്വേഷമാവരുത്, സ്നേഹവും കാരുണ്യവും. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഏറ്റവും ചെറിയ ജീവിയോട് പോലും കരുണ കാണിക്കാനാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു. ഒരു ഉറുമ്പിന്റെ കൂട്ടത്തോട് കരുണ കാണിച്ച പ്രവാചകനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദറത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ ഇർഹമു അർറാഹിമൂൻ, കരുണ ചെയ്യുക. സഹജീവികളോടുള്ള കരുണ പടച്ച തമ്പുരാന്റെ കരുണക്ക് പാത്രമാകുമെന്നാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കരുണ ചെയ്താൽ അതിന്റെ ബെനഫിറ്റ് എന്താണ്? കരുണ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു നാളെ പരലോകത്ത് വെക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും, എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല? നമ്മൾ പറയും, നീ റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവാണ്, നിനക്ക് ഞാൻ എന്തിനാണ് ഭക്ഷണം തരുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നെ ഇന്നാലിന്നടിമ വിശന്നു വലഞ്ഞപ്പോ അവന്റെ അടുത്ത് ഭക്ഷണവുമായി എത്തിയിരുന്നെങ്കിൽ എന്നെ അവിടെ കാണും, ഞാൻ അവിടെ ഉണ്ട്. അല്ലാഹു പറയാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോ സമ്പന്നരുടെ കൊട്ടാരങ്ങളിലല്ല, പാവപ്പെട്ടന്റെ കുടിലാണ് പടച്ചവന്റെ സാന്നിധ്യം കൂടുതൽ. അവിടങ്ങളിലേക്ക് നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം. ഒരാൾ നഗ്നത വെളിപ്പെട്ടാൽ അയാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ശേഷിയിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കുറ്റക്കാരാണ്. അതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൂതനൊന്നും പഠിപ്പിക്കില്ല. ഒരു മനുഷ്യന്റെ നഗ്നത വെളിപ്പെടരുത്. വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു സെറ്റ് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള മുഴുവൻ മനുഷ്യരും ഒരടിസ്ഥാന ആവശ്യത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു പലിശക്കാരന്റെ അടുത്തേക്ക് വട്ടിപ്പലിശക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊള്ള ബാങ്കിലേക്ക് പോയാൽ പലിശക്ക് പണം എടുത്തു, എന്തിന്? പട്ടിണിയാണ്. അങ്ങനെ പട്ടിണി കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്കിലേക്ക് കയറിയാൽ ആ നാട്ടിലെ എല്ലാ പള്ളി കമ്മിറ്റിക്കാരും അയാൾക്ക് ഒരു നേരത്തെ 2 നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ള മുഴുവൻ വിശ്വാസികളും കുറ്റക്കാർ. അല്ലെ? പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പെയിന്റ് അടിച്ചലും കാർപ്പറ്റ് മാറ്റലും അല്ല, നാട്ടിലെ ഈ മഹല്ലിലെ സമൂഹത്തിന്റെ ക്ഷേമം അവരുടെ ബാധ്യതയാണ്. കരുണയുടെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നു. ആ സംസ്കാരം പുലർത്തുക എന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയങ്ങളിലും. വിശ്വാസിയുടെ സംസ്കാരം ഏതാണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരാണ്, റഹ്മത്തായിരുന്നു, കാരുണ്യമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളോട് കാരുണ്യം കാണിക്കൂ, വിശ്വാസി അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. 7-ാമതായി അള്ളാഹു പറയുന്നത് മുഹ്സിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു കരുണ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളോട് അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ അടുത്ത്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ആത്മാർത്ഥതയിൽ ചെയ്യുക. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറ വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹനെ കാണുന്നത് പോലെ ഏത് കാര്യങ്ങളും ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുന്ന മനുഷ്യർ, അവർക്ക് വേറെ സ്വാർത്ഥ ലാഭങ്ങളില്ല, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. 8-ാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ എവിടെ ഓതിയാലും പിന്നെ മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം. അത് പെൻഡ്രൈവിലായാലും ശരി, മൊബൈലിലായാലും ശരി ചെയ്യാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ യോഗം തുടങ്ങാൻ, സമ്മേളനം തുടങ്ങാൻ, അല്ലെങ്കിൽ വാഴ്ന്നു പരമ്പര തുടങ്ങാനൊക്കെ ഖുർആന്റെ ഓത്തിടും. എന്നിട്ട് ഇവിടെ മൈക്ക് സെറ്റ് ശരിയാക്കും, അതേപോലെ ബാനർ ശരിയാക്കും, കസേര അങ്ങനെ ലൈനാക്കും. അതൊന്നും പാടില്ല. ഖുർആന്റെ പിന്നെ വേറെ പരിപാടിയില്ല. അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിക്കോ. പക്ഷെ അള്ളാഹുവിന്റെ കലാം ഒരിക്കലും നിങ്ങളുടെ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇമാം ഓതിയാൽ മഅ്മൂം ഓതരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. ഞാൻ ഫാത്തിഹ ഓതിയല്ലോ എന്നും പറഞ്ഞ് ബേജാറാവണ്ട. ഫാത്തിഹ ഓതിയ ഭാര്യ അല്ലാഹു പരിഗണിക്കും. കാരണം ഓത്ത് ആര് നടത്തിയാലും ഒരാള് ഓത്ത് തുടങ്ങിയാൽ പിന്നെ വേറെ ആൾ എന്ത് ചെയ്യരുത്, മിണ്ടരുത്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ. കാരണം അല്ലാഹ് സംസാരിക്കാണ്. അപ്പൊ പിന്നെ ഡിസ്റ്റർബ് പാടില്ല, വേറെ ആൾ സംസാരിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയാൻ, വഅൻസിതു, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഖുർആൻ ഒരാൾ കേട്ടാൽ അയാൾക്ക് ഹിദായത്ത് ഉണ്ടാവും, കാരുണ്യം ഉണ്ടാവും. വിശുദ്ധ ഖുർആനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ, ഖുർആനിൽ നമ്മളെ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് ഖുർആൻ എപ്പോഴും കേൾക്കേണ്ടത്. ഖുർആനിലെ പുണ്യം എന്താണ്? ഖുർആൻ പാരായണം ചെയ്താൽ പുണ്യമുണ്ട്, ഖുർആൻ കേട്ടാൽ പുണ്യമുണ്ട്, ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ പുണ്യമുണ്ട്. ഖുർആനിനെ കുറിച്ച് ഒരാൾ പറയുന്നത് കേട്ടാലും അതിൽ അമലു സ്വാലിഹാത്ത്. അപ്പൊ അത്ര വിശുദ്ധമായ പുണ്യകരമായ ഒരു ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. നേരത്തെ ഞാൻ പറഞ്ഞു ഖുർആനെ പിൻപറ്റുക. 2-ാമത്തെ, ഖുർആന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അതിലെന്തുണ്ട്? നിങ്ങൾക്ക് കരുണയുടെ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യും എന്നാണ്. അതുപോലെ ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. 9-ാമത് അള്ളാഹു പറയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു എന്ത് ചെയ്യും? കരുണ ചെയ്യും. ഇസ്തിഗ്ഫാറിന്റെ ശീലം ഒരാളിൽ ഉണ്ടായാൽ അള്ളാഹു കരുണ ചെയ്യും. പടച്ചോനെ പുറത്തു തരണേ എന്ന് ആവർത്തിച്ചു പറയുന്ന മനുഷ്യനോട് അള്ളാഹു
കൊടുക്കുക മാത്രമല്ല പ്രത്യേകമായ കാരുണ്യം അവനോട് ചെയ്യും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ കാരുണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 10ാമത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്തില്ലേ? അതിനെന്താ പറയുന്നത്? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. അല്ലാഹുവേ കരുണ ചെയ്യണം. അള്ളാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എപ്പോ കൈ ഉയർത്തിയാലും പടച്ചോനെ എന്നോടും എന്റെ കുടുംബത്തോടും ഞാനുമായി ബന്ധപ്പെട്ടവരോടും നീ കരുണ പുലർത്തണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ വാത്സല്യമില്ലാതെ കരുണയില്ലാതെ അള്ളാഹു ഒരുക്കി വെച്ച മഹാ ഒരു വിരുന്നാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ആലിമ്രാനിൽ 8ാമത്തെ ആയത്ത് റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ കാരുണ്യം താ എന്നതാണ് വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ 10ാമത് പടച്ചോന്റെ കാരുണ്യം കിട്ടാൻ കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 10 കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പടച്ചോന്റെ കാരുണ്യം ഇത്ര വിശാലമാണെന്ന് പറഞ്ഞിട്ട് അക്തുബുഹ, ഞാനത് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കും, എഴുതി വെക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ റഹ്മത്ത്, പടച്ച തമ്പുരാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്.